Integral tan square x sec square x dx by 1 minus tan raised to 6x dx. So substitution method let t equal to tan x എടുത്തു കഴിഞ്ഞാൽ dt equal to sec square x dx എന്ന് വരും. അപ്പോൾ റീപ്ലേസ്മെന്റ് വരുന്നത് ഇന്റഗ്രൽ tan square x അപ്പോൾ t സ്ക്വയർ എന്ന് വരുന്നത് ഇവിടെ sec square x dx എന്ന് പറയുന്നത് dt by 1 minus tan raised to 6 അപ്പോൾ t raised to 6 എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ടി സ്ക്വയർ ഡി ടി ബൈ 1 മൈനസ് ടി റൈസ് ടു 6നെ ടി ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പോവാം. ടി ക്യൂബ് വരുന്നിടത്തൊക്കെ യു എന്ന് കൊടുക്കുകയാണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ലെറ്റ് ടി ക്യൂബ് ഈക്വൽ ടു യു. സോ ഡി യു ഈക്വൽ ടു 3t സ്ക്വയർ ഡി ടി എന്ന് വരുന്നു. നമുക്ക് ആവശ്യമുള്ള ടി സ്ക്വയർ ഡി ടി മാത്രം എടുക്കാം. ഡി യു ബൈ 3 വരും. സോ റീപ്ലേസ്മെന്റ് വരുന്നത് ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ഡി യു ബൈ 3 എന്ന് എഴുതാം. സോ 1/3 ഡി യു ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി ക്യൂബിന്റെ പ്ലേസിൽ നമുക്ക് യു റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യു സ്ക്വയർ എന്ന് വരും. ഇപ്പൊ 1 എന്നുള്ളത് 1 സ്ക്വയർ എന്ന് എഴുതിയാലും ഓക്കെയാണ്. സോ ഇതിനകത്ത് ഫോർമുല വരുന്നത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോർമുല ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 1/2a ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. അങ്ങനെ വരുമ്പോൾ 1/3 ഓൾറെഡി വെളിയിലുണ്ട്. ബാക്കി വരുന്നത് നമുക്കൊരു 1/2 ഇൻറ്റു 1/2a ലോഗ് 1 പ്ലസ് യു ബൈ 1 മൈനസ് യു പ്ലസ് സി എന്ന് വെച്ചാൽ യു എല്ലാം റീപ്ലേസ് ചെയ്ത് ടി ക്യൂബ് കൊടുക്കുകയാണെങ്കിൽ 1/6 ലോഗ് 1 പ്ലസ് യുവിന് പകരം ടി ക്യൂബ് റീപ്ലേസ് ചെയ്യുന്നു. 1 മൈനസ് ടി ക്യൂബ് പ്ലസ് സി. അഗൈൻ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സിലായിരുന്നു. ടി വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു. 1/6 ലോഗ് 1 പ്ലസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് ടാൻ ക്യൂബ് എക്സ് പ്ലസ് സി. ഓക്കെ.